പൊന്നകൾ പൂത്തതെടുത്ത് മേടം പൊൻകണി വയ്ക്കുമുഷസ്സിൽ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആമിക്ക് ഒരു ചെറിയൊരു വിഷു ഷൂട്ടിനും വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ പോകുന്നത് നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, തുവക്കാടുള്ള കസിൻ അവരെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടുത്തെ പാടം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. ഒരു ഗ്രാമീണത വന്നോട്ടെ എന്ന് വിചാരിച്ചത്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ കൂടെ അമ്മുക്കുട്ടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4 ആൾക്കാരും കൂടിയാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ പോണ പോക്കിൽ ട്രെയിൻ കണ്ടപ്പോൾ ആമിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവളിങ്ങനെ പോകുന്നതൊക്കെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. ആകെ 2 വട്ടം 3 വട്ടം എങ്ങാനും കയറിയിട്ടുള്ളൂ ട്രെയിനിൽ. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം ഒന്ന് നെസ്റ്റോയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ നെസ്റ്റോയിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. പിന്നെ ആമിക്ക് ഫോട്ടോഷൂട്ടിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സുധിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാണ്ടായതുകൊണ്ടാണ് നെസ്റ്റോയിലേക്ക് പോയോണ്ടിരിക്കുന്നത്. സോ അവിടേക്ക് പോയാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. ഈ കുട്ടികൾക്ക് കിട്ടുന്ന പാകത്തിലുള്ള മിഠായികളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഞാനും അമ്മും ആദ്യം തന്നെ പുറത്തിരിക്കാമെന്ന് ഞാൻ ഡീലാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ കയറ്റണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് മുന്നിൽ തന്നെയുള്ള കൗണ്ടറിലാണ് സ്ഥാനം പിടിച്ചത്. ചിക്കൂസുണ്ടാ ഏതൊക്കെയാണ് വാനില സ്ട്രോബെറി അല്ലേ? ഒരെണ്ണം കൊടുത്തു. ആണോ? ഇനിയും നിന്ന തടി കേടാവെന്ന് അറിയുന്നതുകൊണ്ട് വേഗം ഒരു പോപ്കോണും കൂടി വാങ്ങിയിട്ട് പുറപ്പെട്ടു കേട്ടോ. ഇനി നമ്മൾ പോകുന്ന തുവക്കാട്ടേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. നല്ല ഹരിതാഭയും പച്ചപ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. എനിക്കാണെങ്കിൽ കൊന്നമരം കാണുമ്പോൾ ഒരു ക്രേസ് വരുന്നുണ്ട്, കൊന്നപ്പൂ പൊട്ടിച്ചാലോ എന്ന്. സോ ഇത് നല്ല എന്താ പറയുക, പൂത്ത് നിൽക്കുകയാണ് ഗൈസ്. അതുപോലെ തന്നെ ഈ പാടം, ഇങ്ങോട്ട് പോകുമ്പോൾ ഈ പാടം ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. ഇങ്ങനെ പറയാം, നമുക്ക് പാട്ടൊക്കെ പാടി നടക്കാൻ തോന്നില്ലേ, ആ ഒരു അവസ്ഥ ആട്ടോ ഈ പാടം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് തുവക്കാടെത്തി. ഇത് തുവക്കാട്ടിലൊരു വലിയ ഗ്രൗണ്ടാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഈ ഒരു സ്ഥലമാണ് എൻ്റെ ഫേവറേറ്റ്. ഇങ്ങനെ ഒരു ഇടവഴി, പണ്ടത്തെ ഒരു ഇത് കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. അതായത് ഒരു നൊസ്റ്റോഫിയിലാണ് ഇതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ. അപ്പം ഞാനിത് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൽ കൂടി പിന്നെയും വരാൻ. അങ്ങനെ പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഏകദേശം വീട് കാണുമ്പോൾ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സോ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ, കസിൻസ് പിള്ളേരും ഉണ്ട്, എൻ്റെ കസിൻസ് എല്ലാവരും കൂടിയാണ്. അപ്പോൾ ആമി ഇവിടെ കച്ചറ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഒരു ഗുണ്ടായുസാണ് അവളുടെ ഒരു രീതി. സോ അതിൻ്റെ ഇടയിലൂടെ ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്താക്കണേ? തൊപ്പിയാണോ? പിന്നെ ഇവളെ മേക്കപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേ പോത്തിനെ വെറുക്കുന്ന പോലെയാണ്. നമ്മൾ ഒരെണ്ണം ചെയ്ത് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും അവളെ കഴിച്ചിട്ടുണ്ടാവും. ഇതും എന്തേ അമ്മൂരിയാ? എന്നിട്ട് അയ്യോതാ എൻ്റെ മട്ടനോട് പോയി. നല്ലതാ, ഭയങ്കര ചതിയായി. ഊരല്ലേ, കമ്മലൂരല്ലേ? ഞങ്ങൾ രണ്ടാമത് കമ്മലിടുകയാണ്. ആമി കമ്മലൂരി നിങ്ങൾ
ഞാൻ എൻ്റെ ഒരു സാരിയാണ് കേട്ടോ ഇവിടെ ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണത്തിനെടുത്ത സാരി ആയിരുന്നു. ഒരൊറ്റ വട്ടം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതുകൊണ്ട് കട്ടാക്കിയിട്ട് അവൾക്കും വേണ്ടി എടുത്തു. ഇതിന് മുന്നേ ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടായിരുന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് അങ്ങനെ എന്താ പറയുക ഘോഷയാത്ര പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് വേണ്ട അത്ര പിക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനിത് എന്താ വിഷുവിൻ്റെ ഷൂട്ടെന്നും പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് മുതലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണിക്ക് നിന്നത് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഉണ്ണിക്കണ്ണനാവുമെന്ന് പറഞ്ഞാൽ മതി, അത്ര ഇഷ്ടമാണ്. പക്ഷെ ആ കടങ്ങിയിരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. മാല ഒന്ന് തോണ്ടണം, കമ്മലൊന്ന് ഊരണം, പിന്നെ ഈ ഒന്ന് അഴിച്ച് നോക്കണം. അങ്ങനെ മൊത്തത്തിൽ ഹരിബറിയാണ് ആൾ. നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് അവൾ നിൽക്കുന്നത്. മേക്കപ്പ് ചെയ്യാൻ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ലിപ്സ്റ്റിക്ക് ഇടുക, കണ്ണെഴുതുക, അതൊക്കെ. ഫ്രണ്ടിൽ എന്തെങ്കിലും അപാകത എങ്ങനെയുണ്ട്? ആമി ഒന്ന് കണ്ണാടി നോക്കിക്കോ. സുന്ദരിയായില്ലേ? അമ്മ നോക്കട്ടെ ആമീനെ. ഓടക്കുഴല് ബാഗിലുണ്ട്. എന്തോ ഒരു അപകടം ഉണ്ട് സംഭവം. കിട്ടില്ലമ്മ, എത്തിക്കൊന്നും കാണില്ലേ? ഇനി അവിടെ കട്ടായിക്കോ. നോക്കൂ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ ഉണ്ണിക്കണ്ണൻ. അങ്ങനെ ഉണ്ണിക്കണ്ണനെ ഒന്നും ഉറുമ്പ് അടിക്കൂല. ഇല്ല, എൽപിയിലൂടെ ഉണ്ണിക്കണ്ണൻ്റെ. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിന് വേണ്ടിയിട്ട് പാടത്തേക്ക് പോവാട്ടോ. പോവേന്നില്ല അങ്ങോട്ട്. ഇതീ കൂടി പാടത്തോട് കിടക്കാൻ പറ്റുമോ? പൈക്കുട്ടീൻ്റെ അടുത്തുള്ള ഒരു ഫോട്ടോ എടുക്കാനാണ് ഈ പെടാപ്പാട്. പോവന്ന വീട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക്. ടീം എങ്ങനെയുണ്ട് വെയില്? അമ്മുക്കുട്ടിയെ വെയിൽ എങ്ങനെയുണ്ട്? നല്ല വെയിലുണ്ട്. ഈ കുട്ടി ഫോട്ടോക്ക് പോസ് വരുന്നില്ല. അത് മാത്രല്ല ഈ കുട്ടിയാണ് ആ കുട്ടി. അതന്നെ, ഈ കുട്ടിയുടെ അടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യില്ല. എന്നിട്ട് ഓളെ ഈ വെയിലത്ത് നമ്മള് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കില്ല. അതാ പോകുന്ന കുട്ടി. ഒരു ധൈര്യമില്ലാതെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതാണ്. അങ്ങനെ വന്നതൊന്നും ചെയ്യാതെ ഞങ്ങൾ വെയിലത്ത് ഇങ്ങനെ വെയിൽ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആമിയാണെങ്കിൽ ഒന്നിനും പോസ് ചെയ്തൊന്നും തരുന്നില്ല. അപ്പം ഞങ്ങളും തന്നെ അവിടെ എന്താ ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. ആമീൻ്റെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ആമി തൊപ്പിങ്ങത്താ ഇങ്ങോട്ടാ. എന്താ ജാക്കറ്റ് ഫോട്ടോ അത് കിട്ടി. ഇനി അടുത്തതോ മയിൽപ്പീലി കിടക്കുന്ന കിടപ്പ് കണ്ടോ ഗെയിംസ് കണ്ടോ? ഈ തണലത്തേക്ക് വന്ന വാ, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ചൂടെടുക്കുന്നല്ലേ? എന്തിനാ ചൂടെടുക്കണ? 5 ഫോട്ടോക്ക് നമ്മള് ഇവിടെ പിഴിഞ്ഞ് മുട്ട വരുന്നല്ലോ. അമ്മക്ക് ചൂടില്ല. അമ്മ അവിടെ പിന്നെ ഇറക്കണത് ഐസ് വെള്ളമാണല്ലോ അല്ലേ? അല്ലേ? വന്നു കണ്ടോ പാമ്പേഴ്സ്. ഒരു കാര്യമില്ലായിരുന്നു, ഒരു കാര്യമില്ല. അമ്മൂന്റെ ഒക്കെ മുഖം കണ്ടോ? നോക്കൂ, മൊത്തത്തില് അതാ അപ്പു പോയിരുന്നു ഗൈസ്. ഇതോക്കാ അമ്മൂടിച്ചു. എന്താ ഭംഗിയില്ലേ ഇവിടെ?
അത് ക്ലീൻ ആയിട്ട് എന്താ കാരണേ മനസ്സിലായോ എഴുതി കൂടി ചാടാത് ആമി എഴുതി കൂടി ചാടാത് ചാടാണോ